അലക്ഷ്യയുടെ ആഗ്രഹം സാധിക്കണം എന്നൊരു ലക്ഷ്യം മാത്രമേ അപ്പോൾ നോയലിനുണ്ടായിരുന്നുള്ളൂ. രാവിലെ ഉണരുമ്പോൾ തന്നെ അവനത് ഉറപ്പിച്ചിരുന്നു. ഫ്രഷായി ആദ്യം നോയൽ ചെന്നത് ഡാഡിക്കരികിലേക്കായിരുന്നു. പതിവില്ലാതെ നോയലിൻ്റെ ആ വരവ് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം സംശയത്തോടെ അവനെ നോക്കി. എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടായിരിക്കും എന്നയാൾ ഓർത്തു. എന്താടാ നീ നിന്ന് താളം തുള്ളുന്നത്? ലാപ്പിൽ നിന്നും കണ്ണുകൾ മാറ്റി നോയലിൻ്റെ ഡാഡി അവനോട് ചോദിച്ചു. നോയൽ അയാളെ നോക്കി വെളുക്കനെ ചിരിച്ചു കാണിച്ചു. ഡാഡാ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? അവൻ്റെ മുഖവരയോടുകൂടിയുള്ള സംസാരം കേട്ട് അയാൾ അവനെ മുഖം ചുളിച്ചു നോക്കി. നോയൽ വെളുക്കനെ ഒന്നുകൂടെ ചിരിച്ചു. അത് ഡാഡാ, എനിക്ക് കുറച്ച് ക്യാഷ് വേണമായിരുന്നു. പോക്കറ്റ് മണിയാണോ? അത് ഞാൻ അക്കൗണ്ടിലിട്ടേക്കാം. കൂസലില്ലാതെ പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും തൻ്റെ ജോലിയിൽ ശ്രദ്ധ കൊടുത്തു. അല്ല, ഇത് കുറച്ച് വലിയ എമൗണ്ടാണ്, എൻ്റെ ഫ്രണ്ടിനാണ്. നോയൽ തലേന്ന് രാത്രിയിൽ അലക്ഷ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാളോട് തുറന്നു പറഞ്ഞു. പക്ഷേ അത് അലക്ഷ്യ ആവശ്യപ്പെട്ടതാണെന്ന് അവൻ പറഞ്ഞില്ല. മറിച്ച് ആകാശ തൻ്റെ സുഹൃത്താണ് എന്നതുപോലെയാണ് അവൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. എത്രയാ വേണ്ടത്? കാര്യം മനസ്സിലായതുകൊണ്ട് അയാൾ നോയലിനോട് ചോദിച്ചു. 5 ലാക്കെങ്കിലും വേണ്ടേ ഡാഡാ? അവർക്ക് വേറെ വഴിയുണ്ടാകില്ല. അയാൾ ടേബിൾ തുറന്ന് ചെക്കെടുത്ത് അതിൽ എമൗണ്ട് എഴുതി അവന് നേരെ നീട്ടി. നോയൽ അത് കയ്യിലേക്ക് വാങ്ങി. 7 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അവൻ ഒരുപാട് സന്തോഷം തോന്നി. അതിൻ്റെ പ്രതിഫലനമെന്നോണം അവൻ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുണ്ടു ചേർത്തു. ചെല്ല്, ഇതവർക്ക് കൊടുത്തിട്ട് വാ, അയാൾ അവനെ തലോടിക്കൊണ്ട് പറഞ്ഞു. നോയലും സന്തോഷത്തോടെ സമ്മതമറിയിച്ച് അവിടുന്ന് കോളേജിലേക്ക് പോയി. പതിവിടത്ത് നോയലും സച്ചിനും ഇരിക്കുമ്പോഴാണ് അലക്ഷ്യ ഗേറ്റ് കടന്നു വന്നത്. അവളെ കണ്ടപാടെ സച്ചിനോട് പറഞ്ഞിട്ട് നോയൽ അവൾക്കരികിലേക്ക് പാഞ്ഞു. പുറകെ ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തിയപ്പോൾ ഞെട്ടിത്തിരിഞ്ഞ് അലക്ഷ്യ അവനെ നോക്കി. പേടിച്ചുപോയി. നിഷ്കളങ്കതയോടെയുള്ള അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നു. നോയൽ ആണോ എന്ന പോലെ ചിരിച്ചു. ഇതവന് കൊടുത്തേക്ക്. പോക്കറ്റിൽ നിന്നും സൈൻ ചെയ്ത ചെക്ക് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അലക്ഷ്യയ്ക്ക് അവനോട് എന്താ പറയേണ്ടതെന്നറിയില്ല. ഹെൽപ്പ് ചോദിച്ചിരുന്നെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അവൾ അവൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. പിടിക്കെൻ്റെ അലക്ഷ്യക്കൊച്ചേ. അലക്ഷ്യയുടെ നിൽപ്പ് കണ്ടിട്ട് നോയൽ വീണ്ടും പറഞ്ഞു. അവൾ വിലങ്ങനെ തലയാട്ടി. വേണ്ട, നിങ്ങൾ തന്നെ അവന് കൊടുക്കണം. ഞാനോ? എനിക്കങ്ങും വയ്യ. ഞാൻ അവനോട് അങ്ങനെ മിണ്ടിയിട്ടൊന്നുമില്ല. അത് സാരമില്ല, ഇനി മിണ്ടാലോ പ്ലീസ്. അലക്ഷ്യ കെഞ്ചി പറയുന്നത് കേട്ട് ഒടുവിൽ അവൻ സമ്മതിച്ചു. എങ്കിൽ വാ, ഇപ്പോൾ തന്നെ കൊടുത്തേക്കാം. നോയൽ അലക്ഷ്യയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. അവൾ കൈ വലിച്ചെടുക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. വിട്ടുകൊടുക്കില്ല എന്ന് പറയുമ്പോൾ നോയൽ മുറുകെ പിടിച്ചിരുന്നു. അലക്ഷ്യ ചുറ്റിനും കണ്ണൊടിച്ചു, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. ഇല്ലാന്നറിഞ്ഞപ്പോൾ സമാധാനത്തോടെ മുന്നോട്ട് പോയി. ആകാശിൻ്റെ ക്ലാസിൻ്റെ മുന്നിൽ ചെന്ന് അലക്ഷ്യ തലയിട്ട് നോക്കി. ക്ലാസ് തുടങ്ങാൻ സമയമായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും പല ദിക്കിലിരുന്ന് അവരുടേതായ പരിപാടിയിലാണ്. അലക്ഷ്യയുടെ കണ്ണുകൾ പുറകിലെ ബെഞ്ചിൽ കുറച്ച് പെൺപിള്ളവരോടിരുന്ന് സംസാരിക്കുന്ന ആകാശിലേക്ക് പോയി. അലക്ഷ്യ ഇതിനു മുൻപും ആകാശിനെ വിളിക്കാൻ അവിടെ പോയതുകൊണ്ട് തന്നെ ആ ക്ലാസ്സിലെ കുറച്ചു കുട്ടികൾക്ക് അവളെ പരിചയമുണ്ടായിരുന്നു. ആകാശേ, ദേ ആ കൊച്ചു വിളിക്കുന്നു. ക്ലാസ്സിൽ നിന്നും ഒരു പെൺകുട്ടി അവനോട് ചോദിച്ചു. ആകാശ് പാഞ്ഞ് അവളോട് അടുത്തേക്ക് ചെന്നു. എന്താടി, എന്താ വിളിച്ചേ? അലക്ഷ്യ അടുത്തു നിൽക്കുന്ന നോയലിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് ആകാശം അവനെ ശ്രദ്ധിച്ചത്. നീ ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അലക്ഷ്യ അവൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ഒപ്പം നോയലും. ആകാശിനൊന്നും മനസ്സിലായില്ല. അവൻ രണ്ടുപേരെയും മാറി മാറി നോക്കി. നോയൽ മറ്റൊന്നും ചിന്തിക്കാതെ അവനടുത്തേക്ക് വന്ന് കൈ പിടിച്ച് ആ ചെക്ക് വെച്ചു കൊടുത്തു. ആകാശ് സംശയത്തോടെ അവനെ നോക്കി. കുറച്ച് ക്യാഷാണ്, ഇതുകൊണ്ട് വീട്ടിലെ പ്രോബ്ലംസ് മാറുമെന്ന് നോക്ക്, നോയൽ തുറന്നു പറഞ്ഞു. ആകാശ ചെക്കിലും പിന്നെ നോയലിൻ്റെ മുഖത്തേക്ക് മാറി മാറി നോക്കി. കണ്ണുകൾ നിറഞ്ഞു. അറിയാമായിരുന്നു ഇതിൻ്റെ പുറകിൽ അലക്ഷ്യ ആയിരിക്കുമെന്ന്. അവൻ അതേ നിറകണ്ണുകളോടെ അലക്ഷ്യക്കരികിലേക്ക് നീങ്ങി നിന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അലക്ഷ്യയെക്കാളും ഞെട്ടിയത് നോയലായിരുന്നു. നിമിഷ നേരം കൊണ്ട് അവൻ്റെ ചുണ്ട് കോർത്തു. ഒളിക്കണ്ണോടെ അലക്ഷ്യ അത് കാണുകയും ചെയ്തു. ആകാശ് പെട്ടെന്ന് അകന്നു മാറി തൊഴുകൈകളോടെ അവളെ നോക്കി. ഡീ ഞാൻ എങ്ങനെയാ? നന്ദി. ആകാശിൻ്റെ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. കണ്ണുകൾ നിറഞ്ഞിട്ട് കാണാൻ വയ്യ. നന്ദി എന്നോടല്ല പറയേണ്ടത്. അലക്ഷ്യ അവൻ്റെ കൈകൾ പിടിച്ച് നോയലിനെ നോക്കി. ആകാശ് അവനെ തന്നെ നോക്കി നിന്നു. വീണ്ടും എന്തോ പറയാൻ വന്നതും നോയൽ തടഞ്ഞു. ഇനി നീ എന്തേലും ഇന്ത്യ, അവൻ്റെ ഒരു നന്ദി, ഒന്ന് പോടെ. പൊട്ടിച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് നോയൽ ആകാശിൻ്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു. അലക്ഷ്യയ്ക്ക് അവനെ ഓർത്ത് അഭിമാനം തോന്നി. എത്ര വലിയവനാണവൻ, സ്നേഹിക്കാൻ മാത്രം അറിയുന്നവൻ.
അലക്ഷ്യ കണ്ണുകൾ മാറ്റിയില്ല. അത് നോയലിനെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. അവിടെ മുതൽ പുതിയൊരു സൗഹൃദത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ആകാശും അലക്ഷ്യയും എന്ന പോലെ ഇപ്പോൾ നോയലും ആകാശും തമ്മിലും അതേ ആത്മബന്ധം വളർന്നു. പ്രായത്തിന് ആകാശ് അവനേക്കാൾ ഒത്തിരി ഇളയതായതുകൊണ്ട് തന്നെ നോയലിന് കൂട്ടുകാരൻ എന്നതിലുപരി അവൻ തൻ്റെ കുഞ്ഞനുജനെ പോലെയായിരുന്നു. അല്ലെങ്കിലും നോയലിനൊരാളോട് ദേഷ്യം കാണിക്കാനോ വാശിയിടാനോ അടിയുണ്ടാക്കാനോ ഒന്നും അറിയില്ല. പെൺകുട്ടികളുടെ പുറകെ വെറുതെ ഒരു നേരം പോക്കിന് ഫ്ലേർട്ട് ചെയ്ത് നടക്കുമെങ്കിലും ആരുമായും ആ കോളേജിൽ അവനൊരു തല്ലുപിടിക്കൊന്നും പോയിട്ടില്ല. മറിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി തമാശ പറഞ്ഞ് നടക്കാൻ മാത്രമേ അവനറിയൂ. ആഘോഷിനോടും നോയലിന് ദേഷ്യം തോന്നിയില്ല. അലക്ഷ്യയോടുള്ള സ്നേഹക്കൂടുതലിൽ നിന്നുണ്ടായ കുറച്ച് പൊസസീവ്നെസ്, അത്രയേ ഉള്ളൂ. ഇന്ന് സച്ചിനെ പോലെ തന്നെ അവന് പ്രിയപ്പെട്ടവനാണ് ആകാശ്. ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു. അലക്ഷ്യയുടെ പ്രണയം ഇന്ന് 10 മടങ്ങ് വളർന്നു. നോയൽ ഓരോ ദിവസം കഴിയും തോറും അവൾക്ക് അത്ഭുതമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്രൈസ്റ്റ് നഗർ കോളേജിൻ്റെ വലിയ ലൈബ്രറി അവരുടെ പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷിയായി മാറിക്കൊണ്ടിരുന്നു. പഴയ പൊട്ടിയ അലക്ഷ്യയല്ല അവളിപ്പോൾ. ആരോടും മിണ്ടാതെ ഒരു മൂലയിൽ കുറേ പുസ്തകങ്ങളെ കൂട്ടുപിടിച്ച് അവളുടെ ലോകത്തു നിന്ന് ഏറ്റവും ഉയരത്തിലാണ് അവളുടെ നോയലിൻ്റെ സ്ഥാനം. ആ പെണ്ണിൻ്റെ മാറ്റത്തിന് കാരണവും അവളുടെ നോയൽ തന്നെയായിരുന്നു. എല്ലാ കാര്യത്തിലും തീർത്തും വ്യത്യസ്തരായിരുന്നു ഇരുവരും. അവൻ്റെ നേർ വിപരീതം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയിരുന്ന രണ്ടുപേർ ഇന്നൊരു മനസ്സുമായി ജീവിക്കാൻ കാരണവും അവരുടെ പ്രണയത്തിൻ്റെ തീവ്രത തന്നെയായിരുന്നു. ഫ്രീ അവർ ക്ലാസ്സിലിരിക്കുകയായിരുന്നു നോയലും സച്ചിനും. അവരുടെ ഒപ്പം ക്ലാസ്സിലെ മറ്റു ചെക്കന്മാരുണ്ട്. എല്ലാവരും ആകെ ബഹളമാണ്, കളിയും ചിരിയും പാട്ടും ഒക്കെ ആയിട്ട്. നോയൽ ക്ലാസ്സിലെ കുറച്ച് പെൺകുട്ടികളുമായിട്ട് ഇടയ്ക്കിരുന്ന് സംസാരിക്കുന്ന നേരത്താണ് യാദൃശ്ചികമായി സൗമ്യ മിസ്സിനൊപ്പം അലക്ഷ്യയും അവൻ്റെ ക്ലാസ്സിലേക്ക് വന്നത്. മിസ് അകത്ത് കയറിയെങ്കിലും അലക്ഷ്യ പുറത്തു തന്നെ നിന്നു. അവളുടെ കണ്ണുകൾ പെൺപിള്ളേർക്ക് നടുക്കിരിക്കുന്ന നോയലിലേക്ക് എത്തി. ചുണ്ടൊന്നു കൂർത്തു. എവിടെ നിന്നോ കുഞ്ഞൊരു കുശുമ്പ് അവളിൽ തലപൊക്കി. അലക്ഷ്യ അവനെ ശ്രദ്ധിക്കാത്തതുപോലെ നിന്നു. എന്നാൽ നോയൽ അവളെ പ്രതീക്ഷിക്കാതെ അവിടെ കണ്ടതിലുള്ള സന്തോഷത്തിൽ മിസ് കയറി വന്നതുപോലെ ഓർക്കാതെ കൈ ഉയർത്തി അവളെ ഹായ് കാണിച്ചു. അലക്ഷ്യ ശ്രദ്ധിക്കാൻ പോയില്ല. നോയൽ എന്താ എന്ന് മനസ്സിലാകാതെ അവളെ നോക്കി. അലക്ഷ്യയ്ക്ക് കൊടുക്കാൻ ഒരു ബുക്ക് എടുക്കാൻ വന്നതായിരുന്നു സൗമ്യ മിസ്. തൊട്ടു മുൻപ് നോയലിൻ്റെ ക്ലാസ്സിലായിരുന്നത് കൊണ്ട് തന്നെ ബുക്ക് അവിടെ വെച്ച് മറന്നിരുന്നു. അതുമെടുത്ത് പുറത്തേക്ക് നടക്കും വഴി മിസ് നോയലിനെ നോക്കി ഒന്ന് കളിയാക്കി ചിരിക്കാനും മറന്നില്ല. അവൻ നന്നായി ഒന്ന് ഇളിച്ചു കാട്ടി. ഇതാ, ഇത് ക്വസ്റ്റ്യൻ ബാങ്കാണ്, നന്നായി റെഫർ ചെയ്യണം കേട്ടോ. സൗമ്യ മിസ് ആ ബുക്ക് അലക്ഷ്യയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. കയ്യിലേക്ക് വാങ്ങുന്നതിനൊപ്പം അവളൊന്ന് ചിരിച്ചു. നമ്മളെല്ലാം അറിയുന്നുണ്ട്. മിസ് പ്രത്യേക ഇനത്തിൽ അവളോട് പറഞ്ഞതും അലക്ഷ്യ ഒപ്പം നടക്കുന്ന കൂട്ടത്തിൽ ഞെട്ടലോടെ തല ഉയർത്തി അവരെ നോക്കി. എങ്കിലും ഒന്നും മിണ്ടിയില്ല. അലക്ഷ്യയെ സംബന്ധിച്ച് അതൊക്കെ കുറച്ച് പേടി ഉണ്ടാക്കിയിരുന്നു. കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നോയൽ എത്ര ചേർത്ത് പിടിച്ചാലും പപ്പയും അമ്മയും കോളേജിൽ അവളുടെ ടീച്ചേഴ്സുമൊക്കെ അറിയുന്നതിനെക്കുറിച്ച് അവൾക്ക് ഓർക്കാൻ കൂടി വയ്യ. അറിയാമായിരുന്നു കോളേജിലെ ടീച്ചേഴ്സിനൊക്കെ ഏകദേശ കാര്യങ്ങൾ അറിയാമെന്ന്. എങ്കിലും ഇതുവരെ ആരും അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അതൊരാശ്വാസമായിരുന്നു. എന്നാലിപ്പോൾ മിസ് അങ്ങനെ പറയുമെന്ന് കരുതിയില്ല. ഹേയ്, അതോർത്തിന് പേടിക്കണ്ട. ഈ പ്രായത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ പഠിത്തത്തിൽ ഉഴപ്പാനോ തമാശയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നും പാടില്ല കേട്ടോ. അവർ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. അലക്ഷ്യയ്ക്കും അതൊരാശ്വാസമായിരുന്നു. ഹോക്കി പ്രാക്ടീസ് ചെയ്യുന്ന നോയലിനെ നോക്കി സ്റ്റെപ്പിലിരിക്കുകയായിരുന്നു സച്ചിൻ. ഫോണിൽ ആശാൻ കാര്യമായ ചാറ്റിങ്ങിലായിരുന്നു. ദൂരെ നിന്നും അവനെ കണ്ട വാണി അടുത്തേക്ക് ചെന്ന് ചേർന്നിരുന്നു. സച്ചിൻ ഞെട്ടി അവളെ നോക്കി. എന്താ? അവൻ ഉള്ളിൽ നിറഞ്ഞ പുഞ്ചിരി മാറ്റി നിർത്തിക്കൊണ്ട് അവളോട് തിരക്കി. എന്താ, എനിക്കിവിടെ ഇരുന്നൂടെ? ഇതാരുടെയും കുടുംബസ്വത്തൊന്നും അല്ലല്ലോ. വാണിയും വിട്ടുകൊടുത്തില്ല. നീ എവിടെയെങ്കിലും പോയിരിക്കും, എനിക്കെന്താ? നിങ്ങൾക്കൊന്നുമില്ല. ഒരു കാര്യം പറയാനാണോ വന്നേ? സച്ചിൻ സംശയത്തോടെ അവളെ നോക്കി. ഉള്ളിൽ കുഞ്ഞൊരു പേടിയും. അവൾക്ക് മുന്നിൽ കുറേ ജാടയിട്ട് നടന്നെങ്കിലും ഇടയ്ക്കെപ്പോഴോ ആ വായാടി അവൻ്റെ ഉള്ളിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഇനി എങ്ങാനും ഇഷ്ടമില്ല എന്ന് പറയുമോ എന്നവൻ പേടിച്ചു. ഇനി തന്നെ ശല്യപ്പെടുത്താൻ ഞാനില്ല. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നെങ്കിലും എന്നെ സ്നേഹിക്കുമെന്ന്. ഇപ്പോൾ അത് നഷ്ടമായി. ഇനി വേണ്ട. സച്ചിൻ്റെ തീരുമാനം ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ബൈ. അവസാനത്തെ അടവെന്ന പോലെ പ്രയോഗിച്ചുകൊണ്ട് ഇല്ലാത്ത കണ്ണുനീർ വരുത്തി പറഞ്ഞുകൊണ്ട് വാണി പതിയെ എഴുന്നേറ്റു. എന്നാൽ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി അവളുടെ കയ്യിലേക്ക് സച്ചിൻ്റെ കരങ്ങൾ വിലങ്ങു വെച്ചു. വാണി ഊറി വന്ന ചിരി ഒളിപ്പിച്ചുകൊണ്ട് എന്താണെന്നുള്ള ഭാവത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. എൻ്റെ ഡിസിഷൻ എന്താണെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുമെന്നല്ലേ പറഞ്ഞത്? എങ്കിൽ ഇന്ന് മുതൽ എന്നെ ചുമക്കാൻ തയ്യാറായിക്കോ. സച്ചിൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അടുത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു.
വാണിയുടെ കണ്ണുകൾ സന്തോഷത്തോടെ തിളങ്ങി. അവൾ അവനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിച്ചു. സച്ചിൻ പുഞ്ചിരിയോടെ അവളെ നോക്കി കണ്ണു ചിമ്മി.